ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയൊന്ന് നോക്ക്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നല്ലേ? ഞാനില്ല ദീപകെ. ദീപക് എന്താന്ന് വെച്ചാ ചെയ്തോ. ഋതുമോളെ, അവനിട്ട് രണ്ടെണ്ണം കൊടുക്കു വേണോട്ടാ. എന്താണ് ഇങ്ങനെ? അച്ഛാ എന്നെ തല്ലിക്കും, പക്ഷേ ആര് ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. രമ്യ എന്നെ നേരിട്ട് വന്ന് കണ്ട് രാജുവിനെ വിവാഹം കഴിക്കണമെന്ന് അവൾ ആഗ്രഹത്തിന് കൂട്ടുനിന്ന കുറച്ച് ക്യാഷ് തരാന്ന് പറഞ്ഞിരുന്നു. എന്താ ഇത്? എന്നിട്ട് നിനക്ക് നാണമുണ്ടോ ജയ? അവളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി രാജുവിന് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് വാക്കൊടുക്കാൻ? പണ്ടത്തെ ചേനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുള്ളായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പൊ ചിന്തിച്ചത് ശ്രീലക്ഷ്മിയുടെയും ഹരീഷിന്റെയും കാര്യ. അവളെ രണ്ടാരെയും രമ്യയുടെ അമ്മ സ്വീകരിക്കാന്ന് സമ്മതിച്ച ഞാൻ എന്തിനെ കൂട്ടു നിൽക്കാന്ന് രമ്യക്ക് വാക്കൊടുത്തു. തെറ്റാണോ അളിയ? അളിയ പറ. എടാ, പക്ഷെ വാക്കുകൊടുത്ത അവരുടെ വിവാഹം നടത്തി കൊടുക്കണ്ടേ? വാക്കൊടുത്ത് ഞാനല്ലേ? അപ്പൊ ആ കാര്യം ഞാൻ നോക്കിക്കോളാം അച്ഛൻ. ജയ, ഇതൊക്കെ വലിയ കുഴപ്പാവും കേട്ടോ. ഇല്ല രാധമ്മേ, ഒരു കുഴപ്പം വരാതെ ഈ ജയം നോക്കിക്കോളാം. അളിയാ, അളിയിലേക്ക് വന്നേ. എനിക്ക് അളിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ? നീ വാ അളിയാ. വാ. എന്താ? നീ വാ. വാളിയാ. എന്താ അളിയാ? കാര്യം പറ. ഇറങ്ങി വാ. എന്തായി കാണിക്കുന്നേ? വാ. അളിയ കാര്യം എന്താന്ന് വെച്ചാ പറ. ചൂടാവല്ലേ അളിയ. ഞാൻ പറയുന്നത് അളിയ സമാധാനത്തോടെ കേക്കണം. ഇതൊക്കെ പറഞ്ഞു തരാൻ അളിയൻ അങ്ങനെ പേരിന് പോലും കൂട്ടുകാരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നല്ലൊരു സുഹൃത്തിന്റെ സ്ഥാനത്തെന്ന് ഞാൻ പറയാം. അളിയ, നല്ല അവസരങ്ങൾ വരുമ്പോ അത് വിനിയോഗിക്കാൻ അളിയ പഠിക്കണം. അളിയന് വർമ്മ സാറിനുള്ള ബഹുമാന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അളിയനെ പ്രണയിച്ച ഋതിക മേഡത്തിന്റെ മനസ്സ് അളിയൻ കാണാതെ പോകുന്നത് തീരെ ശരിയല്ല. അളിയ, ഈ പ്രണയം എന്ന് പറഞ്ഞ വികാരം അളിയൻ കരുതുന്ന പോലെ കാശും പണവും അന്തസ്സും നോക്കി വരുന്നതല്ല. ഋതിക മേഡത്തിന്റെ കാര്യത്തിൽ അളിയൻ ഇനി എന്തൊക്കെ വാദങ്ങൾ നിർത്തിയാലും ശരി, ആ ദീപക ചെറ്റയെ കൊണ്ട് മേഡത്തിന് കല്യാണം കഴിപ്പിക്കാൻ അളിയൻ കൂട്ടി നിൽക്കരുത്. ഞങ്ങളുടെയൊക്കെ മനസ്സില് ഋതിക മേഡം അളിയന്റെ ഭാര്യ. രാധമ്മയും അച്ഛനും പ്രിയൊക്കെ അങ്ങനെ മേഡത്തിനെ കണ്ടുപോയി അളിയ. അതാ അവർക്കൊക്കെ ഈ കാര്യത്തിൽ അത്ര വിഷമം. അളിയ പ്ലീസ്, അളിയനെങ്കിലും എനിക്ക് ഇത്തിരി സ്വസ്ഥത. ഇതൊക്കെ കേട്ട് കേട്ട് എന്റെ തല ചേടിച്ചിരിക്കുക. അച്ഛന്റെ വകയും അമ്മയുടെ വകയൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ അളിയന്റെ വകയായിട്ട് ഈ ഉപദേശം? അളിയൻ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ? ചേച്ചിയോ അത് അമ്മയോ? എന്നെ വിളിച്ചു വരുത്തിയവരൊന്നുമല്ല, രമ്യ. രമ്യ? അളിയനും അവളും തമ്മിലുള്ള വിവാഹം നടക്കാൻ എന്റെ സഹായത്തിന് എനിക്ക് കാശോപറയും വിളിച്ചു വരുത്തിയാണ്. ഞാനകത്ത് പറയുന്ന കളിയും കേട്ടല്ലേ? അളിയനോടുള്ള ആത്മാർത്ഥതയും ഋതിക മേഡത്തിന് അനിയത്തി പോലുള്ള സ്നേഹം കൊണ്ട് പറയുക. അളിയ ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് കഷ്ടം അളിയ. ആ പാവം അളിയനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടം അളിയൻ അവഗണിച്ച് ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ചതിയപ്പെട്ട് അളിയ സ്വന്തം ജീവിതവും മേഡത്തിന്റെ ജീവിതവും പടുകുഴിയിലാക്കരുത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ എത്ര ശ്രമിച്ചാലും ഒന്നും പഴയതുപോലെ ആക്കാൻ നമ്മൾ മനുഷ്യർ കഴിയില്ല അളിയ. നീ ഇവിടെ വന്നിരിക്കുവാണോ? എന്താ ചേച്ചി? ആ ഇവന്റ് മാനേജ്മെന്റുകാർ വന്നിട്ടുണ്ട്.
അത് ചേച്ചി എന്താന്ന് വെച്ചാ ചെയ്തോ. ഇല്ല പ്രതാപ, നീ തന്നെ വന്ന് അവരോട് സംസാരിക്കണം. നീ ഇവിടെ ഉള്ളപ്പോ നിന്റെ മുന്നിൽ കയറി ഞാൻ സംസാരിക്കുന്നത് ശരിയാണോ? നമ്മുടെ കുട്ടികളുടെ കാര്യമല്ലേ നടക്കാൻ പോകുന്നേ. നീ മുന്നിൽ നിന്ന് എല്ലാം നടത്തണം. അതാ എന്റെ സന്തോഷം. ശരി ചേച്ചി. വാ. സർ, മണ്ഡപം ഈ രീതിക്ക് ചെയ്താൽ നന്നായിരിക്കും. ആ ഇത് നല്ലതാ, പക്ഷേ എനിക്ക് കുറച്ച് കളർഫുൾ ആയിരിക്കണം, അതുപോലെ സിമ്പിളും. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ആ ഉണ്ടല്ലോ സർ. ദേ ആ ഇത് കൊള്ളാലോ. ഋതികേ, ഹാ, അങ്ങനെ അങ്ങ് പോലെ നിക്കേ. നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്യാൻ വന്ന ഈവന്റ് മാനേജ്മെന്റുകാരാ. ദേ അവരെന്നെ മണ്ഡപത്തിന്റെ മോഡലൊക്കെ കാണിക്കായിരുന്നു. നീ ഒന്ന് നോക്കി, എനിക്കൊരെണ്ണം ഇഷ്ടായി. നീ അത് നല്ലതാണോ നോക്കി. ഞാൻ നോക്കുന്നില്ല ദീപക്. ദീപക് എന്നെ നോക്കിയാൽ മതി. അങ്ങനെ വാശി പിടിച്ച എങ്ങനെയാ ഋതികേ? നീ ഒന്ന് നോക്ക്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നല്ലേ? ഞാനില്ല ദീപകെ. ദീപക് എന്താന്ന് വെച്ചാ ചെയ്തോ. ഋതുമോളെ, അതെങ്ങനെയാ? മോളുടെ അഭിപ്രായം കൂടി പറയ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ചല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത്? ഒരുപോലെ ചിന്തിച്ച് സന്തോഷത്തോടെ. അങ്ങനെയല്ലേ പ്രതാപ? പ്രതാപ, ഇതാ നമ്മുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ ആള് ഹസീന. നമസ്കാരം സർ. ഞങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രത്യേകത തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെയും അഫോർഡബിൾ ആയും ചെയ്യുന്നു എന്നതാണ്. ഞങ്ങളുടെ പക്കൽ ഇന്നത്തെ കാലത്തെ ട്രഡീഷണൽ ആയ പല മോഡൽസും ഉണ്ട്. അത് ദീപക് സാറിനെ കാണിക്കുമായിരുന്നു. സാറിനെ കാണിക്കാം. സാറിന്റെ അഭിപ്രായം പറയണം. ദീപകിന്റെ മാത്രം അഭിപ്രായമല്ല ഇവിടെ. അഭിപ്രായം പറയേണ്ടത് ദീപക്കും ഋതികയും ഒന്നിച്ച അല്ലേ പ്രതാപ? ആ അതെ. ഇവരെ മിടുക്കരാ പ്രതാപ. ഇവരെ എനിക്കറിയാം. നമ്മുടെ കീഴാറ്റൂരിലെ ചെറിയമ്മയുടെ മോളുടെ കല്യാണത്തിനെ ഇവരായിരുന്നു ഈവന്റ് മാനേജ്മെന്റ് ചെയ്തത്. അല്ലേ ഹസീനെ? അതെ മാഡം. പ്രതാപ, നീ അതൊന്ന് കാണണമായിരുന്നു. എന്ത് ഗംഭീരായിട്ടാന്നറിയോ ഇവരത് ചെയ്തത്. ദേ, അതിലും ഗംഭീരമായിട്ടായിരിക്കണം ഇവിടുത്തെ കാര്യങ്ങള്. തീർച്ചയായിട്ടും. മാഡം ഞങ്ങളെ ഇത് ഏൽപ്പിച്ചത് ഞങ്ങളുടെ പെർഫെക്ഷനും കാര്യപ്രാപ്തിയും കണ്ടിട്ടാണല്ലോ. ഉറപ്പായിട്ടും അംബിക മാഡത്തിനെയും വർമ്മ സാറിനെയും ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. ഇതുവരെ ഞങ്ങൾ ചെയ്ത വിവാഹങ്ങളെക്കാൾ ഗംഭീരമായിരിക്കും ഇത്.